ജന്മം നോമ്പു നോറ്റൊരു തിരുവാതിരയാണി രാധ. അലിയും തോറും വലിയും മൃദഭംഗികളറിയാതിന്റെ ഗോപികാ വസന്തം തേടി വനമാലി. നവ നവ ഗോപികാ വസന്തം തേടി വനമാലി. നിൻ വനമുരുകും വിരഹതാപമറിയാതെന്റെ ഗോപികാ വസന്തം തേടി വനമാലി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 ഇന്നത്തെ വളരെ വളരെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 50ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡായിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും സപ്പോർട്ടിനും സഹകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുകയായി. നല്ലൊരു കൈയടിയോടുകൂടി നമ്മൾ തുടങ്ങാം. മലയാള സിനിമ കണ്ട ഗാനരചയിതാക്കളിൽ ഏറ്റവും വലിയ സുന്ദരന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ സത്യാന്വേഷണ പരീക്ഷണ സാറിന്റെ ആണോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വളരെ ഇപ്പൊ കണ്ടാലേ സീത രാക്ഷസിയായ പോലെ ഉണ്ട്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടങ്ങളിലെ പാട്ടുകൾ ഈ കൈകളും കൊണ്ടാണ് രചിക്കപ്പെട്ടതല്ലോ എന്നോർക്കുമ്പോൾ ഉള്ള അഭിമാനം, ആ കൈകളിലോട്ട് ആ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. വാ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാ. വരൂ. നമസ്കാരം സാർ. നമസ്കാരം. മലയാള സിനിമ കണ്ട ഗാനരചയിതാക്കളിൽ ഏറ്റവും വലിയ സുന്ദരന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗാനരചനയിലുള്ള സൗന്ദര്യം അല്ലാണ്ട് തന്നെ മുഖശ്രീ, ഇത്രത്തോളം ആഠ്യത്യം തുളുമ്പുന്ന ഒരു മുഖശ്രീ ഉള്ള ഒരു ഗാനരചയിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചുമ്മാ പറയല്ല സാറേ. അപ്പൊ ആ ഒരു സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് 113 പറ്റി ഒരു കവിത. നേരത്തെ ബുദ്ധിമുട്ടാണ് അല്ലെ? 113 ആകും ഈ വേളയിൽ നിന്നോടൊത്ത് നർമ്മസല്ലാപത്തിൽ ഏർപ്പെടുവാൻ ഞാനിതാ വന്നിരിക്കുന്നു കൈതപ്രത്തിന്റെ നാട്ടിൽ നിന്നും. സാറിനെ ഞാനൊരു കൂട്ടുകാരനെ ഈ വേദിയിലോട്ട് വിളിക്കാൻ പോവുകയാണ്. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചിലപ്പോൾ ചില സംഗീത സംവിധായകരും ഗാനരചയിതാക്കളൊക്കെ ചില അടിയൊക്കെ ഉണ്ടോ, പക്ഷെ ഇദ്ദേഹമായിട്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടായിട്ട് കാണുകയില്ല. സൗമ്യനും ശാന്തനും എല്ലാവരും ഏകദേശം സാറിന്റെ മുഖമായിട്ട് ഒരു ദൈവീകത, ഒരു ഓമനത്വം ഈ സംഗീത സംവിധായകന്റെ മുഖത്തുണ്ടെന്ന് എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയതാണ്. വിളിക്കാം നമുക്ക്. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ ഉണരും ശ്രുതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ രണ്ട് ലെജൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ഗാനരചയിതാവും സംഗീത സംവിധായകനും ലിറിക്സ് റൈറ്ററും അഭിനേതാവും എന്ന് വേണ്ട എനിക്ക് വാക്കുകളില്ല, അത്രത്തോളം വിശേഷിപ്പിക്കാനുണ്ട് കൈതപ്ര സാറിനെ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവരുടെ അനുഭവങ്ങൾ നമ്മുടെ 50ാം എപ്പിസോഡിന്റെ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമുക്കിന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ അവരുടെ അടുത്തോട്ട് പോവുകയാണ്. പോയിക്കോട്ടെ. ഓക്കെ, നമസ്കാരം സാർ. ഞാൻ പറഞ്ഞു
എന്തോ ഒരു ഛായ ഇത് സാർ എപ്പോഴും നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എനിക്ക് തോന്നുന്നാണെന്ന് അറിയത്തില്ല. ഒരു താടിക്ക് ഇത്തിരി വലിപ്പം കുറവും മുടിക്ക് ഇത്തിരി വലിപ്പം കുറവുള്ളൂ. പണ്ട് മുതലേ എല്ലാവരും പറയാറുണ്ട്. എന്തായാലും ഒത്തിരി കുറച്ച് നാളുകൾക്ക് ശേഷമാണോ സാറേ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കൂടി കാണുന്നത് അല്ലേ? എത്രയോ സിനിമകളല്ലേ, ഹരികൃഷ്ണൻസ്, ആയുഷ്കാലം, ഏതോ വാർമികിലുള്ള സിനിമ, എണ്ണാൻ പറ്റത്തില്ല അത്രത്തോളം ഹിറ്റ് പാട്ടുകൾ. ആദ്യത്തെ പടം. ഈ അടുത്ത എപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്തിരുന്നോ? ഇല്ല, അടുത്ത് വർക്ക് ചെയ്തല്ലോ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അടുത്തെന്ന് പറയുന്നതിന്റെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ 1.5 വർഷം എന്നുള്ളത് നമുക്ക് അടുത്താണ്. 1.5 വർഷം അടുത്താണ്. ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ കാലത്ത് ഞങ്ങൾ 2 പടം വർക്ക് ചെയ്തു. അതിൽ നല്ല സോങ്സ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒന്ന് ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമ, പേരില്ല രാജ്യത്ത് എന്ന് പറഞ്ഞ ഗാനവും അതിൽ ബാക്കി പാട്ടുകൾ. ബോഡി ഗാർഡിൽ ഞാൻ വേറൊരു പാട്ട് പാടിയിട്ടുണ്ട്, എന്നെയാണോ നിന്നെയാണോ. അപ്പൊ ഞാനും നിങ്ങളുടെ ടീമിലെ ഒരു അംഗമാണ്. കരളെ ഞാൻ സാറിന്റെ. അതാണ് അത്ഭുതം. കാരണം കൈതപ്രം സാറിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പാട്ടാണ് ലജാവതി പോലത്തെ കൂട്ടൊരു പാട്ട്, കരളെയൊക്കെ. കാരണം സാറിനെ പറ്റി ഗോപിക വസന്തം അല്ലെങ്കിൽ ഇങ്ങനെ പ്രമദവനം അങ്ങനെ ഒരു ധാരണയായിരുന്നു. പക്ഷെ ഈ ലജാവതി പോലത്തെ ഒരു പാട്ടൊന്നും ഒരിക്കലും നമ്മൾ ഏത് ടൈപ്പും കാലത്തിനനുസരിച്ച് പോകാം എന്ന് രണ്ടുപേരും തെളിയിച്ചു. ഇത് നമ്മൾ ഈ താടിയിലും മീശയിലും ഒന്നല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്നല്ല ഇത് വരുന്നത്. മനസ്സിപ്പോഴും 18 അതാണ് അതിന്റെ കാര്യം. പിന്നെ രണ്ടുപേരും ഭയങ്കര പ്രണയത്തെ പറ്റി പറയാനും വാചാലനാവാനും, അത് മനസ്സിൽ ഒരുപാട് പ്രണയം സൂക്ഷിക്കുന്നതുകൊണ്ട് പാട്ടുകളിലും അത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നാലേ വരുള്ളൂ. മനസ്സിൽ പ്രണയമുള്ളവർക്ക് പാട്ട് എഴുതാൻ പറ്റുള്ളൂ, അത് ഭാര്യ മ്യൂസിക് ചെയ്യാനും പറ്റുള്ളൂ. അത് വൈഫിനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, അത് അങ്ങനെ വ്യക്തിയെ പറ്റി കൂടണ്ട. വ്യക്തികളോട് വേണമെന്നില്ല, പൂവിനോടാവാം. കവികളൊക്കെ അങ്ങനെയല്ലേ പറയണേ, പിന്നെ പുഷ്പത്തോടാവാം. പക്ഷെ ശരിക്കും പുഷ്പയായിരിക്കും അവിടെ ഉള്ളത്. എന്നാൽ ഇൻഡസ്ട്രിയിലോട്ട് രണ്ടുപേരുടെയും വരവും കൂടെ അത് എന്തായാലും ഒത്തിരി ഇന്റർവ്യൂവിൽ പറയുന്നതാണെങ്കിലും അതൊരു എല്ലാവർക്കും അറിയാം. സാറാണെങ്കിലും കൊയറിൽ പാടുന്നു, അല്ലെങ്കിൽ വയലിനിസ്റ്റ് ആയിരുന്നു, ഒത്തിരി പ്രോഗ്രാം ട്രൂപ്പുകളിൽ വർക്ക് ചെയ്തു. അങ്ങനെയാണ് സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത് അല്ലേ? ഇപ്പൊ തിരുമേനിയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ അമ്പലങ്ങളിൽ ശാന്തി കഴിച്ചിട്ടും കുറേശ്ശെ പാട്ട് പഠിച്ചിട്ടും എഴുതിയിട്ടും പിന്നെ നാടകത്തിൽ വർക്ക് ചെയ്തിട്ടും ശാന്തിയായിരുന്നു അല്ലേ? എത്ര 15 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ശമ്പളം വെച്ചാൽ മാസം 10 രൂപ ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നാ 10 രൂപയ്ക്ക് നല്ല വിലയുള്ള സമയമായിരിക്കും. 10,000-ന്റെ വിലയായിരിക്കും. 67, 68. അപ്പോൾ അങ്ങനെ വന്ന് ട്രിവാൻഡ്രത്തെത്തി. ട്രിവാൻഡ്രത്ത് നിന്ന് പിന്നെ ഈ കാവാലത്തിൻ്റെ നാടക ട്രൂപ്പ്, നരേന്ദ്രപ്രസാദിൻ്റെ ട്രൂപ്പ്, ഇതിലെല്ലാം ബന്ധപ്പെട്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നെ ഫാസിലിന് പരിചയപ്പെടുത്തി. ഇസി തോമസ് എന്ന് പറഞ്ഞൊരു ഒരു സുഹൃത്ത്. ഈസി എൻ്റെ ക്ലോസ് സുഹൃത്താണ്. ഈ മതസൗഹാർദ്ദം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള ആരാണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം തന്നെ ഈ തോമസാണ് എന്നെ കരുപിടിച്ചത്. അതെ, തോമസാണ്. വിട്ടോടാ. അതെ, അങ്ങനെയാണ് ഞാൻ ഫാസിലിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഫാസിൽ എന്ന് ഇതൊന്നും ശരിയാവില്ല. അതെ, അല്ല ഇതൊന്നും ശരിയാവില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഞാൻ ഓടിപ്പോയേനെ. ഫാസിലാണ് എന്നെ ഉണ്ടാക്കി. എന്നെ ഇത് ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാട്ട് പാടാം. പൂമകളല്ലോ ഫാസില. ഫാസില, അതെ, പൂമകളല്ലോ സംസാരിച്ചിരുമ്പോ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വേവലങ്കുള്ള ആൾക്കാരായിട്ട് എനിക്ക് പക്ഷെ രൂപത്തിലും സംസാരത്തിലും കുറച്ച് വിവരം കൂടുതലുണ്ട് എന്തായാലും സാറിന്. പക്ഷെ മെന്റലി എന്തോ ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പം. തീർച്ചയായിട്ടും ഞാൻ ഇത് കണ്ടോണ്ടിരിക്കില്ല പ്രായത്തിന്റെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ വേദനിപ്പിക്കില്ല. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരിക്കലും ഒരു ഇത് വരില്ല. കാരണം എനിക്ക് ഇനി പാട്ടൊക്കെ തരേണ്ട ആൾക്കാരല്ലേ. ഇപ്പോഴത്തന്നെ അതിന്റെ ഒരു ആമുഖം ഒരു ഇത് ഊഹിക്കാം എന്തായിരിക്കും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമോ സാറേ? എന്തെങ്കിലും വരയ്ക്കാൻ അറിയാമോ? പെയിന്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹം എന്താണോ ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് കണ്ടു നോക്കാം. പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി
മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എൻ്റെ മുങ്ങി എൻ്റെ ഉള്ളോർക്കുടം പോലെ നീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി കാതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ മഴരേഖകൾ വീണലിഞ്ഞോ കനിവേകുമീ പെൺമേഘവും മഴനീർക്കിനാവാലരിഞ്ഞു എൻ്റെ ഉള്ളോർക്കുടം കേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി പാടിക്കൊണ്ടാണ് വരച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചേട്ടന് ഇതിന്റെ അപ്പുറം ബെസ്റ്റ് ആക്കാം. ഒറിജിനൽ ഔസേപ്പച്ചൻ സാറിനെ വരയ്ക്കാം. നോക്കിയേ, പാട്ട് എഴുതാറുണ്ട്, ഞാൻ പാട്ട് പാടാറുണ്ട്. പക്ഷെ പാട്ട് വരയ്ക്കുന്നത് നമ്മൾ ആദ്യം. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്നു, പാട്ട് പാടാൻ പറ്റും. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ വേണ്ട. ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ 100% കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പടം വരയ്ക്കുന്നത്. അതിൻ്റെ ഒപ്പത്തിൽ അതിനേക്കാൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമാണ് പാട്ട്. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നത് ആദ്യമായിട്ട് കാണാം. ദൈവം അനുഗ്രഹിച്ച നല്ലൊരു കലാകാരനാണ് കാർത്തികേയൻ ചേട്ടൻ. മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കാർത്തികേയൻ. ഒത്തിരി സന്തോഷം ചേട്ടാ. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി കൊടുത്ത് ചേട്ടൻ യാത്രയാക്കാം. നമുക്കൊരു ക്വിസ് റൗണ്ട്. ഇതിന്റെ ഇടയിൽ ഇതും വേണമല്ലോ, ഒരു നിങ്ങൾക്ക് ചിരിപ്പിക്കാനും. ഈ ഇന്റർവ്യൂ ബാക്കി സിനിമ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അവാർഡ് കിട്ടിയ കാര്യം, ഒരുപാട് സിനിമ 500-ൽ പരം സിനിമകൾ ചെയ്ത ആൾക്കാരാണ് ഇരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊക്കെ കാണാൻ ആൾക്കാർ കൂടുതലും ഇരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് നേരം. പക്ഷേ അന്ന് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നല്ല ഈത്തപ്പഴവും പിന്നെ കാഷ്നട്ടൊക്കെ അവിടെ വെക്കായിരുന്നു. അതിന് പകരം ഇത് ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വട്ടിയൊക്കെ എടുത്ത് അടിക്കും. വടി ഇപ്പൊ ഇല്ല സാറേ, ഞാൻ അതെങ്ങനെ സാറിനെ ഞാൻ തല്ലുന്നെന്ന് ഓർത്തിട്ട് എനിക്ക് തരുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഇത് ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് സാറേ എടുക്കരുത്. കാര്യം ചോദ്യം സീരിയസ് ആണെങ്കിലും അത് ഉത്തരം പറഞ്ഞില്ലെന്ന് ഓർത്തോണ്ട് ആരും ഒന്നും പറയാൻ പോണില്ല. കാരണം നിങ്ങളുടെ ജോലി ഇതല്ല. ഇത് പഠിച്ച് പാസ്സായിട്ടല്ല നിങ്ങൾ ഇത്രയും ജനങ്ങളെ. തുടങ്ങിക്കോട്ടെ സാറേ. ആദ്യം ആരോട് ചോദിക്കണം? കൈതപ്ര സാറിനോട് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം. ഈ ഭൂഖണ്ഡമല്ല, ഭൂഖണ്ഡം. ആയിക്കോട്ടെ, അത് അറിയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരു ക്ലൂ തരാം. സാറിന്റെ മകൻ ദീപാങ്കുരനെ ഞാൻ ഈ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ട്, യൂറോപ്പ്. ഉത്തരം ശരിയാണ്. നല്ലൊരു കൈഡി കൊടുക്ക. ഞാൻ അങ്ങനെ ക്ലൂ തന്ന് സഹായിക്കാം കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ക്ലൂ ഉണ്ട്, സാർ ആലോചിച്ചോ. അയ്യോ, ഇവിടെ പിള്ളേര് ഇത്ര കള്ളക്കളി കാണിച്ചിട്ടില്ല. ഞാനോടത്ത് സാർ കോൾ ചെയ്യാൻ പോവാണെന്ന്. ഇതിൽ സർവീസ് പോലും ഇല്ല. നോ സർവീസ് ആണ് നോക്കുന്നത്. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഞാനൊരു ക്ലൂ തരാം. ഈ അടുത്ത് വന്ന ഒരു ഗായിക ഈ സ്ഥലത്തുനിന്ന് വന്നതാണ് എൻ്റെ
ഒരു അറിവ്. പക്ഷെ തകർപ്പൻ ഗായിക, മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട്, മലയാളികൾക്ക് പാടുന്നേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് ഈ ഗായിക പാടുന്നു. അത് സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഗായികയുടെ സ്ഥലം പഞ്ചാബ് ആണോ എന്നൊരു സംശയം എനിക്കുണ്ട്. പഞ്ചാബ് അല്ല, അത്രയും ഞാൻ പറയാം. പാ വരുന്നുണ്ട്. പക്ഷെ പായാണെങ്കിൽ അത് പശ്ചിമ ബംഗാളാണ്. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം ഉറപ്പിക്കാലോ. ശരി, അതിന്റെ ഉത്തരം പശ്ചിമ ബംഗാൾ. നമുക്ക് അടുത്ത ചോദ്യം. ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രം കൈതപ്രസാദിന്റെ അടുത്ത്. നീലക്കുയിൽ. അയ്യോ, ഇതൊന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല കേട്ടോ. അടുത്തത്. കേരളത്തിൽ ഏറ്റവും അധികം ആദിവാസികളുള്ള ജില്ല. തൃശ്ശൂര് പോണ വഴിക്കൊക്കെ തന്നെ. പക്ഷെ അട്ടപ്പാടിയാണ്. അട്ടപ്പാടിക്ക് ഒരു ഇതുണ്ടല്ലോ, ആ ജില്ലയ്ക്ക് ഒരു ഇത് വരുമല്ലോ. അട്ടപ്പാടി ഇരിക്കുന്ന ജില്ല. അട്ടപ്പാടി ഇരിക്കുന്ന ജില്ല എന്ന് പറഞ്ഞപ്പോ പാലക്കാടാണ്. ജില്ല സാമ്പാറ്. തമിഴ്നാട്ടിലത്തെ വല്ല കാര്യം ചോദിച്ചൂടെ? പറയാൻ പറ്റുമോ? അട്ടപ്പാടി ഇരിക്കുന്ന ജില്ല എല്ലാവർക്കും അറിയാം. തൃശ്ശൂരല്ലേ? പിന്നെ മലപ്പുറം. ഇനി കേരളത്തിലെല്ലാം പറയേണ്ടി വരും ഞാൻ. ഇതെന്ന് പറയണ ചുരമൊക്കെ കയറി പോണ ഒരു സ്ഥലമാ. ശരി, തിരുമേനിക്ക് പറയാൻ പറ്റുമോ അട്ടപ്പാടി ഇരിക്കുന്ന സ്ഥലം? ഇല്ല, പോട്ടെ. അട്ടപ്പാടി എനിക്കറിയാം. ചിലപ്പോ എനിക്കറിയാവുന്നതിന്റെ അഹങ്കാരമായിരിക്കാം. വയനാടാണ്. വയനാട് ജില്ലയിലാണ് അട്ടപ്പാടി. വയനാട്ടിലല്ലോ. എന്നാ പിന്നെ അട്ടപ്പാടി ആയിരിക്കില്ല. അട്ടപ്പാടി ആദിവാസികൾ ഏറ്റവും കൂടുതൽ വയനാട്. ഓക്കെ, ഒരു കഷ്ണം കൈപ്പൊക്കെ എടുത്തോ. വടി തന്നാ മതി. എന്നെ തല്ലിയാ മതി. ഞാൻ സാധാരണ ഇവിടേക്ക് അടിക്കുന്നത്. അത് വേണ്ടല്ലോ. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഇപ്പൊ ആരോടാ ചോദിച്ചത്? കൈതപ്രസാദിന്റെ അടുത്ത്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി പള്ളി. ഓ, കറക്റ്റ്. എന്താ സംഭവമാണുള്ളത്? ഭയങ്കര സംഭവമാണുള്ളത്. അടുത്ത ചോദ്യം ഔസേപ്പച്ചൻ സാറിന്റെ അടുത്ത്. അടുത്ത ചോദ്യം തിരുമേനി. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ വളരെ ക്ലൂ ഉണ്ട്. മൊത്തം പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. പല പേരുകളും പറഞ്ഞു. അപ്പൊ പറയാം. ഈ ക്ലൂ എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. പെണ്ണിപ്പോ ഈ അടുത്ത് 2-3 ദിവസമായേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേര് മനസ്സിൽ ഉറക്കാറായിട്ടില്ല. സത്യൻ അല്ല, നസീർ മാഷിന്റെ കൂടെ, നസീർ സാറിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ജോഡിയായിട്ട് അഭിനയിച്ച ആരാ? ഏതോ ഒരു ലക്ഷ്മിയാ. അല്ല, ഷീല ദീക്ഷിതോ എന്തോ അങ്ങനെ ഒരു പേര്. വെരി സോറി സാറില്ല. ഞാൻ ഇതിലെങ്കിലും ഔസേപ്പച്ചൻ സാർ ശരിയാണെന്ന് വിചാരിച്ചു. എന്തെങ്കിലും എടുത്തോ. എന്താ ഷീല? സാറില്ല, സാർ പേര് പറയൂ. ഷീല ദീക്ഷിത്. കറക്റ്റ് ആൻസർ. സമ്മതിക്കില്ല. അടുത്ത ചോദ്യം. ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ദിവസം. ക്ലൂ ഉണ്ട്. ഒക്ടോബർ 2. ഇതാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണോ? എന്നാ എനിക്ക് വളരെ വിഷമത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം തിരുമേനി എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. ഇത് മാത്രമേ, അതുകൊണ്ട് എനിക്ക് ക്ലൂ എടുപ്പിക്കാണ്ടിരിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ പറ്റത്തില്ല. നമുക്ക് അത് ഏത് പ്രശസ്ത വ്യക്തിയാണെങ്കിലും അത് ഗെയിമിന്റെ ഫോർമാറ്റ് തന്നെ. ഉത്തരം ഒക്ടോബർ 2 ശരിയാണ്. അടുത്ത ചോദ്യം ഔസേപ്പച്ചൻ സാറിന്റെ അടുത്ത്. സമ്മാനമുണ്ട് ഇതിന് കേട്ടോ. ദുഃഖസൂചകമായി വെളുത്ത ബാഡ്ജ് ധരിക്കുന്ന രാജ്യം. ദുഃഖസൂചകമായിട്ട് വെളുത്ത ബാഡ്ജ് ധരിക്കുന്ന രാജ്യം സ്വർഗരാജ്യല്ലേ? സ്വർഗരാജ്യം. അവിടെ പോയ സ്വർഗരാജ്യം പോലെയൊക്കെ വെള്ളയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരൊക്കെ വെള്ളയാ. അത് കുഞ്ഞി കണ്ണൊക്കെ ആയിട്ട് അവരായി. നമ്മുടെ നാട് കംപ്ലീറ്റ് അവരായി. അതെ, ചൈനയാണോ? കുഞ്ഞു. ഇനി അടുത്ത തിരുമേനിയുടെ അടുത്താണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി. വേണം ക്ലൂ തരാം. വളരെ പൈശാചികവും മൃഗീയവുമായി പറഞ്ഞാൽ അത് പ്രായം കൂടിയല്ലേ? ഇല്ലേ, എനിക്കറിയത്തില്ല. ഇതാരെ ഉദ്ദേശിച്ചത്? അയ്യോ, കറക്റ്റ് ആൻസർ അല്ല. അപ്പൊ പഠിക്കെ കൊണ്ട കല അടച്ച പോലെ തിരുമേനി. അപ്പൊ ഏതെങ്കിലും ഉത്തരം എ കെ ആന്റണി. പറഞ്ഞതില് അല്ല, അത് വളരെ
വ്യക്തവും അതല്ലേ AVS. അയ്യോ ഇത് മാറിപ്പോയി, അതാണ് എനിക്ക് അതുകൊണ്ട് കൈപ്പൊക്കെ അവിടെ ആ ആക്ഷൻ മാറിപ്പോയി. പക്ഷെ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. പൈശാചികം മൃഗീയം എന്ന് ഉദ്ദേശിക്കുന്നത് ആന്റണി സാറിന്. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അതിന്റെ അകത്തുനിന്ന് എടുത്തു. ഇത് കഴിക്കാനുള്ളത് തിന്നാനുള്ളതാ? ഇതിലുള്ളതെന്ന് അറിയാം സംഭവം, അത് പറയണം. അല്ല ഞാൻ പറഞ്ഞിട്ട് സാർ അത് ചെയ്താൽ മതി. ഓക്കെ. കൂടെ വന്നിരിക്കുന്ന സുഹൃത്തിന്റെ 5 ഗുണങ്ങൾ പറയുക. അതെ അതല്ലേ പറഞ്ഞത്, കണ്ടാൽ ഓക്കെ. പിന്നെ നല്ല ട്യൂണാണ്. നല്ല ട്യൂണാണ്. നന്നായിട്ട് വയലിൻ വായിക്കും. നന്നായിട്ട് വയലിൻ വായിക്കും. പിന്നെ മദ്രാസിലെ വീട് ഉഗ്രം വീടാണ്. അവിടെ ഭക്ഷണം നല്ലതാണ്. അതേപോലെ സാറിന്റെ കണ്ണൂരുള്ള കൈതപ്രത്തെ വീട് ഞാൻ മാസികയിലൊക്കെ കണ്ടു. ഒരു ഉഗ്ര വീടാട്ടോ അത്, അല്ലേ? ആ വീട് അല്ലെ ഭയങ്കര എന്തോ പ്രത്യേക ഭംഗി. കണ്ണൂരോ? അല്ല എന്റെ വീട് കൈതപ്പുറത്തുള്ള കോഴിക്കോട് വീട്. തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർക്കാരനാണ്. അപ്പൊ അങ്ങനെ 5 ഗുണമായി. 5 ഗുണമായി. 6 അഡീഷണൽ. അതാണ് നമ്മളിപ്പോ ഒരു സംവിധായകൻ ഒരു വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംവിധായകൻ 5 എണ്ണം എല്ലാം 5 പൊരുത്തവും കൂടെ വേണമെന്ന് പറഞ്ഞാൽ 6 പൊരുത്തവും കൊടുത്തു കളയും. അതാണ് കൈതപ്രസാദ്. ഇനി ലാസ്റ്റ് ചോദ്യം, ലോകത്തിലെ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? ലോകത്തിലെ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇപ്പൊ എന്താ ഇനി പറയാ, ക്ലൂ കൊടുക്കുക? വിയറ്റ്നാം കോളനി സാറല്ലേ ചെയ്തത്? അല്ല, വിയറ്റ്നാം കോളനി തന്നെ അതിന്റെ ക്ലൂ. വിയറ്റ്നാം. അപ്പൊ എനിക്ക് ചെറിയ ആശാൻ ഒരു ചെറിയ ഡൗട്ട്, ഈ വിയറ്റ്നാം തന്നെയാണോ വിയന്ന? അല്ല അല്ല അല്ല. അപ്പൊ സാറ് പറഞ്ഞിരിക്കുന്ന പൊട്ട തെറ്റാണ്. ഒരു ഓപ്ഷൻ എടുത്തോളൂ. ഒരു ഓപ്ഷൻ എടുക്കാം. ശരി, ഞാൻ വായിച്ചു കേൾപ്പിക്കാം സാർ. റിമി ടോമിയെ ചിരിപ്പിക്കുക. ഞാൻ വളരെ ഗൗരവത്തിലിരിക്കാം സാർ. ഓക്കെ, റെഡി. സാറും കൂടെ വേണേ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പൊ കണ്ടാല് സീത രാക്ഷസിയായ പോലെ ഉണ്ട്. ഞാനൊരു സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ വന്ന പല പിള്ളേർക്കും ഈ 5 ഗുണങ്ങൾ പറയുമ്പോഴൊക്കെ അയ്യോ ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞ് ആലോചിക്കും, അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന്. ഇത്ര ഭംഗിയായിട്ട് ഉത്തരങ്ങൾ കൈകാര്യം ചെയ്ത ഒരാൾ ഈ ക്വിസ് റൗണ്ടിൽ ഇന്നേ വരെ ഒന്നും മുന്നിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുമേനിക്ക് സമ്മാനം കൊടുക്കുന്ന ഔസേപ്പച്ച സാർ തന്നെയാണ്. ഞാൻ ഇപ്പൊ എടുത്തുതരാം. ഈ സമ്മാനം കൊടുക്കുന്നത് കണ്ടിട്ടുള്ളൂ ഞാൻ ടിവിയിൽ. എന്താ സംഭവം നോക്കാലോ. ഇതിനകത്ത് എന്താ ബോക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ബോക്സ് കാണാനുണ്ട്. അത് മാത്രമല്ല, ഇത് വീട്ടിൽ വേണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പൈസ കൊടുത്ത് വാങ്ങിക്കണം വിചാരിച്ചാ. റെവല്യൂഷൻ EX1 പ്രീസെറ്റ് ടൈമർ LED ഡിസ്പ്ലേ സോഫ്റ്റ് ടച്ച് ബട്ടൺസ്. കൈതപ്രം സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഔസേപ്പച്ചൻ സാറും സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൈതപ്രം സാറും പറഞ്ഞാൽ അത് രസമായിരിക്കില്ലേ? പല രാഗങ്ങളും പിന്നെ മറ്റുള്ള രാഗങ്ങളെ പ്രത്യേകിച്ച് നോക്കാതെയുള്ളത് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു രാഗത്തിൻ്റെ ടച്ചുള്ളതാണ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുക. ഇപ്പോൾ ഒരു ശ്രീരാഗത്തിൻ്റെ ഇതിൽ ഈ കമലിൻ്റെ ഒരു പടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പൂക്കാലം വരവായി. അതിലത്തെ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. നമുക്കൊരു ഓർക്കസ്ട്രയുടെ കൂടെ അങ്ങ് പാടിയാലോ? തീർച്ചയായിട്ടും. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും നിന്നിലേതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഔസേപ്പച്ചാ. അതേപോലെ ഔസേപ്പച്ച സാറിന് തിരുമേനിയുടെ പറഞ്ഞു പോലെ അതായത് ഞങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഒരു പാട്ടെന്ന് പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ പറ്റില്ല. എങ്കിലും ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതിൻ്റെ കമ്പോസിങ് കൂടെ ഭയങ്കര രസമായിരുന്നു.
ഞങ്ങൾ മൊത്തത്തിലൊരു പിക്നിക്കിന് പോയ പോലെ ഒറ്റപ്പെട്ട് ഒരു വലിയ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ ബാലാജി സാറിന്. ബാലാജി സാറിൻ്റെ വീട്ടിലാണ് കമ്പോസിങ്. അപ്പം അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ കമ്പോസ് ചെയ്തൊരു പാട്ടാണ് ഉള്ളടക്കത്തിലെ പാതിരാമഴ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ അതിന് ദൃക്സാക്ഷികളാണ്. കാരണം തബല വായിക്കുന്ന ബാലൻ വെറുതെ ചുമ്മാ കൊട്ടി നോക്കിയതാണ്. ഇതേ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, തബല ഇരിക്കുന്നുണ്ടല്ലോ. ശ്രുതി നോക്കിയതാണ് മോനേത്. 3-4 തബലയുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നാണ് ഇങ്ങനെ വെറുതെ ഞാൻ പാടി നോക്കുമ്പോൾ ഇതൊരു 7/8 താളം കിടക്കുന്നത്. അപ്പോൾ ഉടനെ ബാലൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കണം. കമ്പോസിങ്ങിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ 1 2 3 4 ഒന്നുമില്ല. ഒരു മൂഡ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു പാട്ട് തുടങ്ങും, ഒരു ട്യൂൺ വരും, ഉടനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വായിക്കുമ്പോൾ അപശ്രുതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് തബല 4-5 എണ്ണം. അത് ഏതാ ശ്രുതി എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, പെട്ടെന്ന് വരുന്നതല്ലേ, കമ്പോസിങ് അല്ലേ. അപ്പോൾ പുള്ളി ടങ് ടെങ് ടെങ് ടിക് ടിങ് 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 അതാണ് അതിന്റെ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ഇത്. അത് അപ്പൊ അങ്ങനെ ഉണ്ടായതാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. അങ്ങനെ ആ ചൈനീസ് ഫ്ലൂട്ട് ആദ്യമായിട്ട് പാതിരാമഴ. അത്രയും അതിൽ പല പാട്ടുകളുണ്ടെങ്കിലും പാതിരാമഴയാണ് തിരുമേനിയുടെ ഇപ്പൊ പാടാൻ തോന്നുന്ന ഒരു പാട്ട്. സാർ ഔസേപ്പച്ചൻ സാറിനെ പറ്റി ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു മ്യൂസിക് ഡയറക്ടർ എന്ന് മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ, പക്ഷെ നല്ലൊരു ഗായകൻ എന്നാണ് ആദ്യം പറയേണ്ടത്. അപ്പൊ ഔസേപ്പച്ചൻ സാർ തന്നെ ഈ പാട്ട് തിരുമേനിക്ക് വേണ്ടി. അതെ, പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി. ഇതിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് പിന്നെ കോഴിക്കോട് ഒരാൾ ഈ മഴയിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഈ പാട്ട് എൻ്റെ വീടിൻ്റെ പുറത്ത് ആ പിന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യമില്ല, ഇയാൾ പോകുന്നില്ല അവിടെ, ഇതന്നെ പാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ അയാളെ വിളിച്ചു നോക്കുമ്പോൾ അയാൾ ശരിക്കും ഈ ക്യാരക്ടർ പോലെ വട്ടന. പക്ഷെ അയാൾ പറയുന്നത് ഈ പാട്ട് എനിക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് മാത്രമല്ല, അല്ല, മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അയാൾ ശരിക്കും അങ്ങനെയാണ്, അതാണ്. അപ്പോൾ അയാൾ പറയുന്നത് എനിക്കൊരു ഭയങ്കര സമാധാനം കിട്ടുന്നില്ല പാട്ട് കേൾക്കുമ്പോൾ. വളരെ സമാധാനം. അയാൾ വട്ട് കൂടുമല്ല, വട്ട് കുറയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, സമാധാനം കിട്ടാത്തവർക്ക് സമാധാനം കിട്ടുന്ന എത്രയോ നല്ല പാട്ടുകൾ സൃഷ്ടിച്ച എന്താ പറയാ ബഹുമുഖ പ്രതിഭകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു പാട്ടിന്റെ ഒരു 2 പേര് നമുക്കൊരു കുസൃതിയായിട്ട് ഒരു രസകരമാക്കാൻ വേണ്ടിയാണ് ഒരു പാട്ടിന് 2 പേര് വെച്ച് ഞാൻ തരും. നേരത്തെ നിങ്ങളിപ്പോ നമ്മൾ കണക്കെടുപ്പ് നടത്തിയപ്പോ ഒരാൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഇതിലും മുൻപന്തി നിൽക്കുമ്പോൾ വേറൊരാൾ വേറെ ലെവൽ, അങ്ങനെ എന്ത് കാര്യം നോക്കിയാലും തുല്യമായിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ്. പക്ഷെ ഞാനൊരു പാട്ടിന് 2 പേര് തരുമ്പോ 2 പേര് സംഗീത സംവിധായകരുമാണ്. സാറ് കുറച്ചുകൂടെ വൈകി വന്ന് വസന്തം പോലെയായിരുന്നു. തക്കടുമുണ്ടൻ താറാവേ തവിട്ടുമുണ്ടൻ താറാവേ ഇഷ്ടം കൂടാൻ എനിക്കുമുണ്ടൊരു കുട്ടി താറാവ്. താതാവ് ഇത് ഇഷ്ടമുള്ള ട്യൂണില് ഇത് ഇവിടെ ഓർക്കസ്ട്ര ഉണ്ട്. ഞാൻ എന്നെ പഠിപ്പിച്ചാൽ മതി. ഇപ്പൊ തിരുമേനി എന്നെ പഠിപ്പിക്കുക, ഞാൻ പാടുന്നു ഒരു പാട്ടായിട്ട്. ഔസേപ്പച്ചൻ സാറും പഠിപ്പിച്ച് ഞാൻ പാടുന്നു. മോശമായാലും എന്റെ പേരിൽ ഇതാവാമല്ലോ, പാടി ശരിയായില്ലെന്നാക്കാം. ഓക്കെ, റെഡി. ആദ്യം ഞാൻ ഏത് ഗുരുവിന്റെ അടുത്ത് നിന്നാണ് ശിക്ഷണം എനിക്ക് ലഭിക്കുന്നത്? തിരുമേനി തന്നെ പഠിപ്പിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ദക്ഷിണ ഞാൻ ഇപ്പൊ തന്നെ തരാം തിരുമേനി. നേരത്തെ കണ്ട പോലെ പെട്ടിയാണോ? എന്റെ പക്കം അടിയന്റെ പക്കം 3 ഉള്ളൂ, അത് സമർപ്പിക്കുന്നു. വലിയ പൈസയുള്ള കുടുംബത്തിലേ അല്ല, അതുകൊണ്ടാണ്. പക്ഷെ പാട്ട് പഠിക്കണമെന്ന് അടങ്ങാത്ത അഭിനിവേശം. കൃഷി ഉണ്ടോ? ഞാൻ ഇരുന്ന് പഠിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ഗുരു? ഇല്ല. ഞാൻ ആലോചിച്ചൊരു ട്യൂണ്, അതിനേക്കാൾ നല്ല ട്യൂണ്
ഔസേപ്പച്ചന് കിട്ടും. അപ്പോൾ ഔസേപ്പച്ചനെ ഏൽപ്പിക്കാം. അപ്പൊ ഔസേപ്പച്ച സാർ ആദ്യം എനിക്ക് ഈ ഇത് തിന്നു ചെയ്യാം. ആ എള്ള് തിന്നതിന് ശേഷം തക്കിട മുണ്ടൻ താറാവില് തക്കിട മുണ്ടൻ താറാവ് ഇങ്ങനെയൊക്കെ ട്യൂൺ ചെയ്യും. ഞാൻ അങ്ങനെ ട്യൂൺ ചെയ്യുന്നില്ല. തക്കിട മുണ്ടൻ താറാവ് തക്കിടമുണ്ടൻ താറാവ് തവിട്ട് മുണ്ടൻ താറാവ് തവിട്ടുമുണ്ടൻ താറാവ് ഇഷ്ടം കൂടാൻ എനിക്കുമുണ്ടൊരു കുട്ടിത്താറാവ് ഓ കുട്ടിത്താ താറാവ്. കുറച്ചുകൂടി ഭാവം ചേർത്ത് പാടും. കുറച്ചുകൂടെ കുട്ടി ഭാവത്തിൽ പാടാം ഭാവത്തിൽ പാടും. തക്കിട മുണ്ടൻ താറാവ് തവിട്ടുമുണ്ടൻ താറാവ് ഇഷ്ടം കൂടാൻ എനിക്കുമുണ്ടൊരു കുട്ടിത്താറാവ്. തക്കിടമുണ്ടൻ താറാവ് തവിട്ടുമുണ്ടൻ താറാവ് ഇഷ്ടം കൂടാൻ എനിക്കുമുണ്ടൊരു കുട്ടിത്താറാവ് കുട്ടിത്താറാവ്. സൂപ്പർ സൂപ്പർ. ഇതിന്റെ lyric ഇതുപോലെയാണ് മാറ്റണ്ടല്ലോ. കേട്ടോ സ്റ്റുഡിയോയിൽ ഞങ്ങൾ അല്ല, lyric മാറ്റണ്ടല്ലോ. വേണ്ട സെയിം ലിറിക്കില്. ഓക്കെ. ഇതാണ് കേട്ടോ സ്റ്റുഡിയോയിൽ പഠിപ്പിക്കുന്ന രീതി ഇത് തന്നെ. പക്ഷെ മറന്നു പോകുന്നുള്ളൂ, നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. ഇനി തിരുമേനി ഗാരി സരിഗാരി പകരി സരിഗ ഇങ്ങനെ പാടിയിട്ട് സ്വരാക്ക. സ്വരങ്ങളില്ല. അതിന്റെ സ്വരസാഹിത്യം. പകരി തക്കിടി മുണ്ടൻ താറാവ് തക്കിടിമുണ്ടൻ താറാവ് ആ, ആ താറാവേ. താറാവ് ഗുഡ്. കുറച്ച് സംഗതി കൂടി നല്ലതായിരുന്നു. താറാവ് 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 തക്കിടി മുണ്ടൻ താറാവേ തക്കിടി മുണ്ടൻ താറാവേ തവിട്ടുമുണ്ടൻ താറാവേ ഓ താറാവേ താറാവ് ഓ ഇഷ്ടം കൂടാ അത് വരണം. ഇഷ്ടം കൂടാതെ എനിക്കുമുണ്ടൊരു ഇഷ്ടം കുട്ടിത്താറാവ് ഇഷ്ടം കൂടാൻ എനിക്കുമുണ്ടൊരു കുട്ടിത്താറാവ് 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 ആ വെരി ഗുഡ്. കുട്ടിത്താറാവ് ആഹാ ഭാവം കൂടി ഭാവം കൂടി ബാധ കൂടിയതോ? അപ്പോ ഇതിന്റെ വിധി നിർണയം നിശ്ചയിക്കുന്നത് ഓർക്കസ്ട്രക്കാരായിരുന്നു. പക്ഷെ അവരിപ്പോ പതറിപ്പോയി. രണ്ടും രണ്ട് ടൈപ്പ് ട്യൂണായിരുന്നു. ആര് മുൻപിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. രണ്ട് പേർക്കും മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു ഉഗ്രൻ സമ്മാനം ഈ മ്യൂസിക് റൗണ്ടിലൂടെ ലഭിക്കുകയുണ്ടായി. ഞാൻ തന്നെ സമ്മാനം. അടുക്കള സംഗീതം. ഇത് അടുക്കള സംഗീതമായി മാറി. നേരത്തെ കിട്ടിയായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ തിരുമേനിക്ക് ഇത് ഇതെനിക്കോ? പിന്നെ എനിക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. ഇത് റിമിറ്റോമി മിസ്റ്റർ ബട്ട്ലേഴ്സ് റെവല്യൂഷൻ MX1 യൂണിബോഡി ഡിസൈൻ ഹൈ RPM പോസിറ്റീവ് ജാർ ലോക്ക്. അയ്യോ അതെന്റെ പെട്ടിയാണ് കേട്ടാ. അല്ല ഇതുപോലെ വേറെ ഉണ്ട്. അത് കലക്കി, അത് കലക്കി. ഇല്ല സംശയം തീർത്തേക്കാം. അല്ല എന്റെ പെട്ടിയുടെ ഇവിടെ വേറെ എടുത്താ. അല്ല സാറിന് മനപ്രയാസം ഉണ്ടാക്കണ്ട. ഇരട്ടിയാണിത്. നമ്മുടെ സൂപ്പർ സ്റ്റാർസ് മെഗാ സ്റ്റാർസ് മോഹൻലാൽ ഏത് വർഷമാണ് അഭിനയിച്ചു തുടങ്ങി? എത്ര വർഷമായിട്ടുണ്ടോ? ലാലേട്ടൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് ഒരു 35 വർഷമായിട്ടുണ്ടാവും. അല്ലല്ല, ഒരു വർഷം പറയുകയാണെങ്കിൽ ഇപ്പോൾ 1980 1981 1900 എന്തോ സംഭവമാണ്. 1900 എന്തോ സംഭവം. എന്തായാലും 1800 അല്ല. അല്ലല്ല. അത് ഭാഗ്യം. അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തായാലും 1980.
50-നും 2000-നും ഇടയിൽ ഒരു വർഷമായിരിക്കും എന്തായാലും. എന്തായാലും 80-ന് ശേഷമാണ്. 80-ന് ശേഷം എന്തായാലും. അതിനേക്കാളൊക്കെ 3 വർഷം മുമ്പ് അഭിനയിച്ച ആളാണ് ഞാൻ. ആര്? ഞാൻ. ഓഹോ, അയ്യോ അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ അത് പറയാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അതിനാണ് ഞാനിപ്പോൾ ചോദിച്ചത്. അത് വയലിനിസ്റ്റായിട്ട് അഭിനയിച്ചത്. വയലിനിസ്റ്റായിട്ട് അഭിനയിച്ചായിരുന്നല്ലോ മുഴുനീള പടത്തില് ഓ, നമ്മുടെ 1977 നസീർ സാറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ. അത്രയും വേണ്ടായിരുന്നു അല്ലേ? അല്ല, ആ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ. ഉണ്ട്. ആ, പിന്നെ ബച്ച എന്ത് ചോട്ടി ബച്ച ബച്ചയോ? ഹിന്ദി അമിതാഭ് പറഞ്ഞതാ. ബച്ചൻ. ബച്ച എന്ന് പറയുമ്പോ തിരുമേനിക്ക് വേറെ കാര്യം ഓർമ്മ വരുന്നുണ്ടാവും. ഇല്ല, ഞങ്ങൾ റെക്കോർഡിങ്ങിന് ഉവ്വ. പിന്നെ ഈ ഇവിടുത്തെ AVM സമ്പത്ത് സാറ് ബച്ചൻ എന്നാ വിളിക്കുക. അമിതാഭ് ബച്ചൻ അല്ല, അമിതാഭ് ബച്ചനെ അല്ല, എന്നെ. അതെന്താ? ഔസേബ് ബച്ചൻ. പക്ഷെ ഇത് പച്ചനാണ്, നമ്മൾക്ക് പച്ചനും. പക്ഷെ തമിഴ്നാട്ടിൽ അത് അങ്ങനെ ബച്ചനായി. എളുപ്പം അതല്ല. തമിഴ്നാട്ടുകാരുടെ അമിതാഭ് ബച്ചനാണ് അപ്പൊ ഇരിക്കുന്ന ഔസേബ് ബച്ചൻ. ആണ്. ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഒരു സിനിമ പാട്ട് നഴ്സറിയിൽ പഠിക്കുമ്പോൾ, അത് പറയാൻ പാടില്ല, പക്ഷെ അപ്പൊ സാറിന്റെ പ്രായം അതൊരു വിഷമാവും എനിക്കറിയാം, പക്ഷെ എന്നാലും ചെറുപ്പം നഴ്സറിയിൽ 20 വയസ്സുള്ളപ്പോ നഴ്സറിയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്യൂൺ ചെയ്ത പാട്ട് അല്ലെന്ന്. 20 വയസ്സുള്ളപ്പോ നഴ്സറിയിൽ പഠിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. എത്രാം ക്ലാസ് വരെയായി? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാറ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്യൂൺ ചെയ്ത പാട്ട് ഞാൻ നഴ്സറിയിൽ, അപ്പൊ കോളേജ് വേണ്ട 10ാം ക്ലാസ്, സാർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂൺ ചെയ്ത പാട്ട്. അപ്പൊ ആ ഒരു എനിക്ക് ഫസ്റ്റ് ഒരു പ്രൈസ് കിട്ടുന്ന ഈ പാട്ടാ. കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ എന്റെ ഒരു ഭാഗ്യം ഞാൻ ആലോചിക്കാം. ആ സംഗീത സംവിധായകനോടൊപ്പം ഇരുന്ന് ഒരു വേദിയിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന പാട്ട് പിന്നീട് സിനിമകളിൽ പാടാൻ, ഇപ്പോ ഈ പാട്ട് തന്നെ എന്നെ രണ്ടുപേരും പാടി ഒപ്പം പാടാനും കഴിഞ്ഞതിൽ ഞാൻ എത്രത്തോളം ഭാഗ്യവതിയാണ്. എന്റെ ദൈവമേ, ഞാൻ എത്രത്തോളം ഇല്ല, ഞാൻ സാറിലോട്ട് വരുമായിരുന്നു. സാറ് 10ാം ക്ലാസ് കഴിഞ്ഞ് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങിക്കിടന്നു ഒരുപാട്. കളിവീട് ഉറങ്ങിയല്ലോ, ദേശാടനം. അതായിരിക്കും സാറിന്റെ ആദ്യത്തെ സംഗീത സംവിധായകന്മാർക്ക് പേടി സ്വപ്നമായി മാറിയ ഒരു. അതെ അതെ അതെ, തീർച്ചയായിട്ടും അത് ശരിയാണ്. ഓ, ഇതെന്തിനാണ് അപ്പൊ ഈ പരിപാടി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എഴുതിയാ പോരെ, ഇതിൽ കൂടി കൈ വെക്കണോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിലേറെ ഒരു സ്തംഭനം തോന്നിക്കുന്ന രീതിയിലുള്ള അത് ആ പാട്ട് ഹിറ്റായാലും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരാളാണ്. അതിന്റെ ഒരു രണ്ടുപേര് സാർ ഒന്ന് പാടാമോ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പാടാം. കളിവീടുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനും ആത്മാവു തേങ്ങുന്നല്ലോ കരയുന്ന തിരമാല തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്ക് എന്റെ അടങ്ങാത്ത. സാറല്ലേ ശരിക്കും മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ സംഗീതം കൊണ്ട് ക്യാൻസർ പോലത്തെ വലിയ വലിയ രോഗങ്ങൾ വരെ മാറ്റാം, അതിന് ശമനം കിട്ടും എന്നെന്തൊക്കെയോ തെറാപ്പിയും ഒരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ സാറിലൂടെയാണ്. പരീക്ഷണങ്ങൾ നടത്തി അത് എന്തെങ്കിലും ശരിക്കും എന്റെ സത്യാന്വേഷണം തൃശ്ശൂർ വെച്ച് ഇത് ചെയ്തിട്ട് 8 പേരോ 10 പേരോ അവരെ പരീക്ഷിച്ചതിന്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും എന്റെ സത്യാന്വേഷണ പരീക്ഷണം സാറിന്റെ ആണോ? ഇതിന്റെ ഇട ഞാൻ ഇച്ചിരി കുസൃതി ആവുന്ന സീരിയസ് ആവണ്ടെന്ന് വെച്ചിട്ട് ഒരു കുസൃതി ചോദ്യങ്ങള്. ഇത് കുസൃതി ചോദ്യം, ഇത് സീരിയസ് അല്ല, ചിന്തിച്ച് പറയേണ്ട കാര്യമല്ല, തമാശ. ഉറക്കത്തിൽ കേട്ടാലും ഞെട്ടി ഉണരുന്ന പാട്ട്, കാരണം. ഉറക്കത്തിൽ കേട്ടാലും ഞെട്ടി ഉണരുന്ന പാട്ട്, അതിനുള്ള കാരണവും. എന്റെ പാട്ട് കേട്ടാൽ ഞാൻ ഞെട്ടി ഉണരും. കാരണം കമ്പോസ് ചെയ്തത് ഞാൻ തന്നെയാണല്ലോ. എനിക്കത് കേൾക്കുന്നത് ഭയങ്കര ബോറടിയാ. അയ്യോ. സൂചിക്കുഴയിലൂടെ ഒട്ടകം കടക്കാതിരിക്കാൻ എന്തു ചെയ്യണം?
സൂചിക്കുഴയിലൂടെ ഒട്ടകം കടക്കാതെ കടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒട്ടകത്തിന്റെ വാലൊരു കെട്ടിട്ടാ മതി. അല്ല, വേണ്ടല്ലോ, അതെന്താ? ഒരിക്കലും കടക്കത്തില്ലല്ലോ. ഓക്കെ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. കാരണം നല്ല ലാംഗ്വേജ് ഉള്ള ഒരു ഇതാണ്. ഔസേപ്പച്ചൻ സാർ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയാം, അതെനിക്കറിയാം. അയ്യോ, എന്താണ്? പാലം കുലുങ്ങിയാലും ഇംഗ്ലീഷ് പടം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പടവും ചെയ്തിട്ടുണ്ട്. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല. കേളം will not shake. എന്ത്? Even the bridge shakes. എത്ര വേഗത്തിൽ ഓടിയാലും പിടിക്കാൻ പറ്റാത്ത ഒരു സംഭവം. ഇടിമന്നൽ പിടിക്കാൻ പറ്റൂല. അത് ഓടിയാലല്ല, നിന്നൽപ്പിൽ ഞങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞ ശ്വാസം. ശ്വാസോ? ശ്വാസം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ശ്വാസം പോയിക്കൊണ്ടേയിരിക്കും. അതെ, അത് പോയിക്കൊണ്ടിരിക്കും. ശ്വാസം ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റൂല. അത്രേ ഉള്ളൂ, ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റില്ല. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. ശരി. നൈറ്റ് വാനിഷിംഗ്, ബ്ലഡ് ഗ്ലോയിങ്, തൗസൻഡ്സ് ഓഫ് ഡ്രീംസ് ഗോൺ അവേ. ആ ഗാനം മലയാളത്തിൽ ഏതാണ്? നൈറ്റ് വാനിഷിംഗ്, ദെൻ എന്താണ് അടുത്ത വരി? ഏതാ? ബ്ലഡ് ഗ്ലോയിങ്. ബ്ലഡ് ഗ്ലോയിങ്, തൗസൻഡ്സ് ഓഫ് ഡ്രീംസ് ഗോൺ അവേ. ആദ്യത്തെ വരി തന്നെയുണ്ട് അത്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ഗീത ഇങ്ങനെ ജനലെ പിടിച്ച് നിൽക്കുകയാണ്, ജയിലിൽ പോയി കിടന്ന ഗീത. ആ രാത്രി രക്തശോഭയായി. ഇനി അടുത്ത തിരുമേനിയോടാണ്. ഓ, ത്രില്ലടിച്ചിരിക്കുകയാണ് തിരുമേനി. ചോദ്യങ്ങൾ വരട്ടെ, ചോദിക്കും. മലയാളത്തിൽ സംഗീതവുമായി ബന്ധമുള്ള പ്രമുഖർ എല്ലാവരും താടി വയ്ക്കുവാൻ കാരണമെന്ത്? താളം പിടിക്കുന്ന പോലെ താടി പിടിക്കാലോ, പിടിക്കാനുള്ള ഇത് കിട്ടൂല. ഇങ്ങനെ ഈ പിടിക്കാൻ ഒരു സുഖം തന്നെയാണ് അല്ലേ? അതെ, അല്ല മറ്റുള്ളവർക്കും പിടിച്ചു നിർത്താൻ. Fine is this moonlight, how fine is this wind, when you come near, how fine is this evening. മലയാളത്തിൽ ഈ ഗാനം ഏതാണ്? ജോൾസിനെ വിധു പ്രതാപും ചേർന്ന് ആലപിച്ച ഒരു പാട്ടാണ്. Fine is this moonlight, how fine is this wind, when you come near, how fine is this. അവര് പാടുമ്പോ സുഖമാണ്. ഗൊറില്ലകൾക്ക് മൂക്കിന്റെ ദ്വാരം വലുതായിരിക്കാനുള്ള കാരണം? അവര് തടി വലുതായതുകൊണ്ട് ശ്വാസം കൂടുതൽ കിട്ടണം. അത് കൊള്ളാം. അവരുടെ വിരലുകൾക്ക് തടി കൂടുതലാണ്, അതാണ് അതിന്റെ കാരണം. മൂക്കിൽ അവരും ഇല്ല, പണ്ട് കൃഷ്ണനാര് എഴുതിയിരുന്നു, എം കൃഷ്ണനാര്. എത്ര സുന്ദരിയായാലും മൂക്കിൽ വിരലിടുന്ന ഒരു പെണ്ണിനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എം കൃഷ്ണനാര് എഴുതിയിട്ടുണ്ട്. എന്നാ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങൾ വിടുമല്ലോ. എന്ത് ചെയ്യാനൊക്കെ കണ്ട് സഹിക്കാൻ പറ്റില്ല. മൂക്കിൽ വിരലിട്ടോണ്ടിരിക്കുന്ന ഒരു സുന്ദരിയെ സഹിക്കാൻ പറ്റില്ല. യോജിക്കുന്നുണ്ടോ ഔസേപ്പച്ചൻ സാറ്? ഈ പറഞ്ഞ കാര്യം സത്യമാണ് അല്ലേ? ഈ മൂക്കിൽ വിരലിട്ടോണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് വെറുപ്പ് തോന്നുന്നു. എന്നാ ആണുങ്ങൾക്ക് ഇതൊക്കെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആണുങ്ങൾ കൈ കഴുകുകയെ, പെണ്ണുങ്ങള് ഈ കടലാസോട്ട് തുറക്കേ ഉള്ളൂ. പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ഇംഗ്ലീഷിൽ പറയാമോ? ഞാൻ ഇംഗ്ലീഷ് പഠനം ചെയ്തില്ല, ഞാൻ ഇംഗ്ലീഷ് പഠനം ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയാം. Why the cat came out in front of this and പൊന്നുരുക്ക് മതി. ഒരിക്കൽ കൂടി കേൾക്കാൻ ശക്തിയില്ലാത്ത ഗാനം. എന്റെ പാട്ടുകളൊന്നും എനിക്ക് രണ്ടാമത് കേൾക്കാൻ അത്ര ഇഷ്ടമല്ല. അതെന്താ അങ്ങനെയല്ലേ? ഇപ്പൊ സാറും പറഞ്ഞു എന്റെ പാട്ട് ഞാൻ ബോറടിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ പാട്ട് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ അനുഭവിച്ച് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വളരെ സുമുഖമായിട്ട് വളരെ ചുരുക്കം പാട്ടുകൾ, പിന്നെ പല പാട്ടുകളും നമുക്ക് ഇഷ്ടമില്ലാത്ത പാട്ടുകൾ, ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. പിന്നെ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു പാട്ട് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. കേൾവിക്കാർക്ക് ഇതെനിക്ക് ഇഷ്ടമായി ഇല്ല, അവനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു കമ്പോസർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടു, പക്ഷെ മറ്റൊരാളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞിട്ട് കാര്യം. അപ്പം അതുകൊണ്ട് മറ്റവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ ഇതിനോടുള്ള ഇഷ്ടം നമുക്ക് തീരെ ഇല്ലാണ്ടാവും. കാരണം അത് അവർക്ക് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് അവനും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അങ്ങനെ ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടായേനെ. പക്ഷെ അത് ഒരിക്കലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് നമ്മുടെ പാട്ട് ഒരിക്കലും തിരിച്ചു കേൾക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഈ മനോഹരമായ 50ാമത്തെ ഞങ്ങളുടെ 113ന്റെ എപ്പിസോഡ് ഇവിടെ ഇപ്പോഴാണ് നിറഞ്ഞ. എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് ഈ ഒരു ഇതാണ്, ഈ ഒരു പാർട്ട് ഓഫ് ദിസ് എപ്പിസോഡ്. അല്ല, പക്ഷെ ഒരു സംശയം, അത് തീർത്തിട്ട് നമുക്ക് തീർക്കാം. എന്താണ് ഈ 113? 1 നിങ്ങൾ രണ്ടുപേര് ടോട്ടൽ എത്രയുണ്ട്? 3 അല്ലേ നമ്മള്?
അത്രേ ഉള്ളൂ. അയ്യേ, അതാണ്. അതല്ല 1 1 3 എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അതല്ല, അവിടെ റിമി പറഞ്ഞ് പകുതി ശരിയാണ്. 1 1 ഇത് രണ്ടും ഒന്നിക്കുകയാണ് നമ്മളിവിടെ. അപ്പൊ അതൊരു വേറെ പുതിയ 1 വന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അപ്പൊ 3 ആയി. 3 ആയി. ആ നന്നായി. അപ്പൊ നമ്മൾ 50ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പരിപാടിയുടെ പേര് മാറ്റൊന്നും വേണ്ടല്ലോ. ഇത് നല്ല പേരല്ലേ സാർ? ബെസ്റ്റ്. ഓക്കെ, പേര് മാറ്റി. 100ാമത്തേന് വിളിക്കണം നമ്മളെ. 100ാമത്തെ നമ്മൾ നിങ്ങളെ മാത്രമേ വിളിക്കൂ. നമുക്ക് നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി 3 പേർ കൂടെ ഒന്നിച്ചിരുന്ന് പാടി ഒരു ചെറിയ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മധുരം കഴിക്കുന്നുണ്ട് 2 പേർക്കും കുഴപ്പമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമില്ല. കുറച്ചാവാം, ഒരുപാടായ ബുദ്ധിമുട്ടാ. മായാത്ത മാരിവില്ലിതാ 1000 വസന്തമിന്നിതാ താരവൃന്ദങ്ങളിൽ നീഹാരമാലയൂർന്നിതാ പൂഞ്ചോലയിൽ കുരുന്നു ചെങ്ങാലികൾ പാടുമീ വേളയിൽ ശ്യാമലാവണ്യമായി താലവൃന്ദങ്ങൾ മുത്തണിഞ്ഞിതാ മായാത്ത മാരിവില്ലിതാ 1000 വസന്തമിന്നിതാ. പാട്ട് പാടാൻ പറ്റുന്നില്ല. കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാട്ട് പറ്റൂല. ഞങ്ങളൊക്കെ കേക്ക് കഴിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു ഗസ്റ്റുമായിട്ട് വരും 51ാമത്തെ എപ്പിസോഡില്. അതുവരേക്കും